ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഇന്ന് അടിമാലിയിൽ തുടക്കമാകും. വൈകുന്നേരം 5 മണിയോടുകൂടി ജില്ലയിലെ വിവിധ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ജാഥകൾ അടിമാലിയിൽ എത്തിച്ചേരും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ KV ശശി പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 1992 ശേഷം 2026 ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അടിമാലി വേദിയാകുന്നത്. സമ്മേളനത്തിന് തുടക്കമിട്ടുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ജാഥകൾ ഇന്ന് അടിമാലിയിലെത്തും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ KV ശശി പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. ഡിവൈഎഫ്ഐ 16ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഇന്ന് അടിമാലിയിൽ തുടക്കം കുറിക്കുകയാണ്. സഖാവ് അയ്യപ്പദാസിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും ഛായാചിത്ര ജാഥ ഇതിനോടകം തന്നെ പ്രയാണം ആരംഭിച്ച് 5 മണിക്ക് അടിമാലിയിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ സഖാവ് TA നസീറിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ച് 5 മണിക്ക് അടിമാലിയിൽ എത്തിച്ചേരും. സഖാവ് അനീഷ് രാജന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ജാഥ ഇതിനോടകം പ്രയാണം ആരംഭിച്ച് 5 മണിക്ക് അടിമാലിയിൽ എത്തിച്ചേരും. സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഉള്ള ജാഥ പ്രയാണം ആരംഭിച്ച് 5 മണിക്ക് അടിമാലിയിൽ എത്തിച്ചേരും. സഖാവ് അഭിമന്യുവിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും കപ്പിയും കയറും ജാഥ ഇതിനോടകം തന്നെ പ്രയാണം ആരംഭിച്ച് അടിമാലിയിൽ 5 മണിക്ക് എത്തിച്ചേരും. വിവിധ ജാഥകൾ ഒരേ സമയം അടിമാലിയിൽ 5 മണിയോടുകൂടി സംഗമിച്ച് സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുകയും പൊതുസമ്മേളന നഗരിയിൽ സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനായ സഖാവ് KV ശശി പതാക ഉയർത്തും. തുടർന്ന് സമ്മേളനത്തിന് സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും കൊണ്ടുവരുന്ന ദീപശിഖ സമ്മേളന നഗറിൽ കൊളുത്തും. അതോടെ 16ാമത് സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജാഥകൾ കാരിക്കോട് TS നസീറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുകയും കപ്പിയും കയറും ജാഥ കൊട്ടാക്കമ്പൂർ അഭിമന്യു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുകയും പതാക ജാഥ അനീഷ് രാജൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുകയും ദീപശിഖ ജാഥ പൈനാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ അയ്യപ്പദാസ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുകയും ചെയ്യും. ഈ ജാഥകളാണ് അടിമാലിയിൽ വൈകുന്നേരം എത്തിച്ചേരുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ പ്രതിനിധി സമ്മേളനവും തിങ്കളാഴ്ച രാവിലെ പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.